നമസ്തേ. നമ്മൾ തമ്മിൽ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. നിഷ അല്ലേ? പക്ഷെ ഞാൻ നിഷ എന്നൊന്നും വിളിക്കുവല്ല, നമുക്ക് ഇരുന്നേച്ച് വർത്താനം പറയാം. ഞാൻ നിഷ എന്ന് വിളിക്കുവല്ല. ഐ നോ യുവർ നെയിം ഇസ് നിഷ റാഫേൽ, ബട്ട് സ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓമനത്വമായിട്ട് തോന്നുന്നതെന്നറിയോ, നിഷ ടീച്ചറെ വിളിക്കുന്ന ഏറ്റവും സന്തോഷം. ഞാനിങ്ങനെ കൊതിയോടുകൂടി നോക്കിയിരിക്കുക. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മഴയത്ത് മുമ്പേ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ മറ്റേ ചിച്ച ചിച്ച പാട്ടിലൊക്കെ ഉള്ള ഒരു ബബ്ലി ബബ്ലി നോട്ടി നോട്ടിനെസ് ഇപ്പോഴും കുറവൊന്നുമില്ല. ആ നോട്ടിനെസ് ഞാൻ മാറിയ പിന്നെ ആനി അല്ലേ. പക്ഷെ എനിക്ക് ടീച്ചറിനോടുള്ളൊരു ഇഷ്ടം എന്നാന്നറിയോ, ടീച്ചറിന്റെ ഒത്തിരി റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ടീച്ചർ ഭയങ്കര ബോൾഡായിട്ടാണ് വർത്താനം പറയുന്നത്. നോട്ട് ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദ ഫോർ സൈഡ് ഒന്നുമില്ല. പക്ഷെ ഈ ബോൾഡ്നെസ് ഭയങ്കര കൊച്ചുനാൾ മൂലേ ഉണ്ടോ? ചെറുപ്പം തൊട്ടേ ഉണ്ട്. ആണോ? ആ ചെറുപ്പം തൊട്ടേ ഉണ്ടായതുകൊണ്ട് കുറെ പ്രശ്നങ്ങളും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു അവാർഡ് പടം പോലെ ഞാൻ മാത്രമാണ് അവിടെ ഇങ്ങനെ ഒരു പാട്ടുപെട്ടി പോലെ ഇങ്ങനെ, പാട്ടുപെട്ടിയാണോ എന്ത് പെട്ടിയാണെന്നുള്ളത് അറിയില്ല, ബ്ലാ 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 എന്നുള്ള വർത്താനമാണ് എനിക്ക്. ബാക്കിയുള്ളവരൊക്കെ അപ്പനും അമ്മയും അനിയനും അനിയത്തിയാണ്, അവരൊന്നും മിണ്ടില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു ഓഡ് വൺ ഔട്ടാ. ഭയങ്കര അഹങ്കാരി, താന്തോന്നി, അലവലാതി, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ വർത്താനം പറഞ്ഞാലോ. വർത്താനം എന്നല്ല, ആനി ചേച്ചി പറയണ പോലത്തെ വർത്താനല്ലോ പറയാ. സത്യങ്ങൾ മുഖത്ത് നോക്കി മുഖത്തടിച്ച പോലെ പറയും. ചെറുപ്പത്തിൽ പണ്ട് മുതലേ പറയും. ഞാൻ തീരെ ചെറുപ്പത്തിലെ സംസാരം തുടങ്ങിയെന്നാ പറയണേ. ആക്ച്വലി ഇങ്ങനെ നമ്മൾ എന്നതേലും ഒരു കാര്യം മോത്തടിച്ചു പറയരുത് എന്നൊക്കെയാണല്ലോ നമ്മുടെ അപ്പനും കൊച്ചുങ്ങളായ അച്ചടക്കം വേണം, അത് മാറി മോത്ത് നോക്കി ഒന്നും പറയരുത്, പറയുന്ന കാര്യം പറയാം, പക്ഷെ ഇൻ എ ഗുഡ് വേ. അവർക്കൊന്നും ഫീൽ ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് എത്ര കാലം ജീവിക്കും? ഇപ്പൊ ഞാൻ പറയട്ടെ, ചില ആളുകളുണ്ട് എപ്പോഴും അവർ മലയാളം മാത്രം സംസാരിക്കുന്നവരായിരിക്കും, പക്ഷെ പുറമേന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അങ്ങനെ കുറെ ഇംഗ്ലീഷ് പറയുന്ന ആളുകളില്ലേ, അവരെ പെട്ടെന്ന് ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ അമ്മേ എന്റെ അമ്മച്ചി എന്ന് വിളിച്ചു പറയില്ലേ? എന്തുകൊണ്ടാ? റിയൽ സെൽഫിനെ നമ്മൾ അവിടെ ഫേക്ക് ചെയ്യണം അതുവരെ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? എന്റെ ഈ റീൽസ് ഒക്കെ പലരും എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. എന്താ അവർക്കൊക്കെ അത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ മുഖം മൂടി പൊളിയല്ലോ. സത്യം. അപ്പൊ അത് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഒരു നല്ല കുട്ടി ഇമേജ് ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒരു നല്ല കുട്ടി ഇമേജ് ഒന്നുമില്ല, എനിക്കത് വേണ്ട. നല്ല കുട്ടി ഇമേജ് സാധാരണ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നതും വളർത്തുന്നതും അങ്ങനെയാണല്ലോ. ഒരു പെൺകുട്ടി ആയാൽ ഒരു നല്ല, അതൊരു ചിറകരിയാനുള്ള രീതിയാണ് അല്ലെ? ചേച്ചിക്ക് എന്താ തോന്നണേ? അത് നമ്മുടെ ചിറകരിയാനുള്ള ഒരു രീതിയാണ്. നല്ല കുട്ടി എന്താ? നല്ല കുട്ടി ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്താ നല്ല കുട്ടി? അല്ല, നല്ല കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് ഒരു ഫൗണ്ടേഷൻ വേണം. ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു വീട് പോലും നമുക്ക് കെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് അച്ഛനും അമ്മയും നമുക്ക് തരുന്നത്. അതിൽ നിന്ന് നമുക്ക് വീട് എങ്ങനെ പണിതണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. അതൊക്കെ ഫൗണ്ടേഷൻ ഞാൻ ചോദിച്ചു. പക്ഷെ നമുക്ക് ശരി തെറ്റ് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? ഡെഫിനറ്റ്ലി. പക്ഷെ അതിനൊരു പ്രായമുണ്ട്. ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ ഫ്രം ദ വെരി സ്മോൾ ഏജ് ടീച്ചർ ഇങ്ങനെ സ്മോൾ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ്, അത് അത്ര ചെറിയ സ്മോൾ ഏജ് അല്ലേ? 15 വയസ്സ്. തീരെ കുട്ടിയാകുമ്പോഴേ എന്റെ സംസാരം കൂടുതലാണ്. അതായത് ഞാൻ സാധാരണ കുട്ടികൾക്ക് ഒരു 3-3.5 വയസ്സാകുമ്പോഴേ സംസാരിച്ചു തുടങ്ങാം. ഞാൻ ഒരു 2-2.5 വയസ്സായപ്പോഴേ വർത്താനം പറഞ്ഞു തുടങ്ങി ഇത്ര. അപ്പൊ സംസാരം അത് മുതലേ കൂടുതലായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ സത്യങ്ങൾ വിളിച്ചു പറയല് ഒരു ടീനേജ് ഒക്കെ ആയപ്പോഴാണ് കുറച്ച്, അതാ ഞാൻ പറഞ്ഞത്, അതിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആനി ചേച്ചി. അയ്യോ സത്യമായിട്ട് വഷളാക്കിയത് ഞാനല്ലേ? അപശ്രുതി ആ ക്യാരക്ടർ കൊച്ചുനാളിൽ അപ്പൊ സ്നേഹം ഒരുപാട് കുറച്ചാണോ? ഭയങ്കര കുറവ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടില് കുട്ടികൾ ജനിക്കുമ്പോ മൂത്ത കുട്ടിക്കാണ് സ്നേഹം കൂടുതൽ, സ്നേഹം കൂടുന്നത്, പിന്നെ കിട്ടുന്നത് ഇളയതിനാണ് അല്ലെ? അപ്പൊ മൂത്തതിനെ കണ്ടിട്ടേ ഉള്ളൂ, നിന്നെ കണ്ടിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇതിനെ എന്നൊരു വർത്താനം പൊതുവെ. അതെ. പക്ഷെ എന്റെ വീട്ടിൽ എന്താ വെച്ചാൽ അനിയനും അനിയത്തിയും തമ്മിൽ അധികം വ്യത്യാസമില്ല, വയസ്സ് വ്യത്യാസമില്ല, 6 മാസത്തെ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ 2 കുട്ടികളും താഴെ ഉള്ളതുകൊണ്ട് അമ്മ നോക്കുമ്പോ ഈ 3 കൂടി ഒന്നിച്ച് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ എന്നെ കൊണ്ടുപോയി അമ്മയുടെ വീട്ടിലാക്കി. അമ്മമ്മയുടെ അതൊരു സുവർണ കാലഘട്ടമായിരുന്നു. ഒരു 10 വയസ്സ് വരെ അമ്മാമ്മയുടെ ഒരു ചെല്ലക്കുട്ടിയായിട്ട് അവിടെ അങ്ങനെ, അവിടെ നല്ലൊരു അടിപൊളി ഒരു 10 വയസ്സ് വരെ ആയിരുന്നു എന്റെ ഒരു നല്ലൊരു ബാല്യകാലം. അമ്മാമ്മ കൂടെ ഉണ്ടായിരുന്ന സമയം നല്ല അടിപൊളി. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ടീച്ചറെ, ഇപ്പൊ അമ്മ കൊണ്ടുപോയി നേരത്തെ അവിടെ ആക്കി എന്ന് പറഞ്ഞു, നമുക്ക് ഒരിക്കലും അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങള് പ്രായ വ്യത്യാസം ഇല്ലാതെ വളരുന്നത് കൊണ്ട് അമ്മയ്ക്ക് എല്ലാവരെയും കെയർ ചെയ്യാൻ പറ്റുന്നതിലെ കാട്ടിലും അമ്മയ്ക്ക് അമ്മയുടെ അമ്മയിൽ കോൺഫിഡൻസ്. അപ്പൊ എന്റെ കുഞ്ഞ് നല്ല സേഫ് ആണെന്നുള്ള രീതിയിൽ വളരെ നന്നായി ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അമ്മാമ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര നല്ല. അമ്മാമ്മ സ്നേഹം പഠിപ്പിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഠിപ്പിച്ചു ഡെഫിനറ്റ്ലി. പക്ഷെ അത് കഴിഞ്ഞ അമ്മാമ്മയൊക്കെ പോയി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ അനിയനോ അനിയത്തിയൊന്നും എന്നെ സംബന്ധിച്ച് ആരാന്ന് എനിക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. അപ്പൊ ഞാൻ അനിയത്തിനാ ഒരു ശല്യെങ്കിലും പോട്ടെ എന്ന് വെച്ച് പശുവിന് ഇട്ട് കൊടുത്തു. അത് തിന്നില്ല ഭാഗ്യം. അതൊരു തെറ്റാ? തെറ്റല്ല എന്റെ നമ്പരാണ്. അത് ആര് കണ്ടുപിടിച്ചു വന്നേച്ച്? അതെ, നല്ല അടി കിട്ടിയെന്ന്. അത് പിന്നെ അടി അർഹതപ്പെട്ട അടി ആയതുകൊണ്ട് അല്ല. ഞാനിപ്പോ ചോദിക്കട്ടെ, അറ്റ്ലീസ്റ്റ് ആ ടീച്ചറിന് ആ ഒരു മെന്റാലിറ്റി തോന്നാൻ കാരണം? എനിക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു.
അവര് വന്നോണ്ടാണ് എന്റെ അഫെക്ഷൻ പോയെന്ന്. അല്ലല്ല, എന്നെ അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു കലി ഉണ്ടല്ലോ, ആ ഒരു ദേഷ്യം, അതായത് അമ്മമ്മ വിട്ടു വന്നതിന്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും തീർക്കണല്ലോ.